നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഫെബ്രുവരി 9 ഞായർ 2025. പ്രധാന വാർത്തകളിലേക്ക്. ഡൽഹിയിലേത് ഐതിഹാസിക വിജയമെന്ന് BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി. മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച മോദി ഡൽഹി ഇപ്പോൾ ദുരന്തമുക്തമായെന്നും ആം ആദ്മിയെ പരിഹസിച്ച് കൂട്ടിച്ചേർത്തു. വികസനം വിജയിച്ചുവെന്നും കേന്ദ്രത്തിൽ നല്ല ഭരണത്തിലുള്ള ഫലമാണെന്നും പറഞ്ഞ മോദി ഡൽഹി മിനി ഹിന്ദുസ്ഥാനാണെന്നും ഡൽഹി ഇപ്പോൾ BJPക്ക് അവസരം നൽകിയിരിക്കുന്നുവെന്നും രാജ്യത്ത് BJP എവിടെയൊക്കെ ഭരണം ലഭിച്ചോ അവിടെയൊക്കെ സമാനതകളില്ലാത്ത വികസനം നടപ്പാക്കിയെന്നും മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരാമർശിച്ചു മോദി പറഞ്ഞു. എരപ്പള്ളി ബ്രൂവറിയുമായി മുന്നോട്ട് തന്നെയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭൂമി തരംമാറ്റൽ അനുമതി നിഷേധിച്ചത് CPI എതിർപ്പായി കാണുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിഷയം LDFൽ ചർച്ച ചെയ്യുമെന്നും തടസ്സമായ ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രൂവറിക്ക് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണസമിതി സമ്മതം അറിയിച്ചത് തെറ്റായ പ്രകടനമെന്ന് കോൺഗ്രസ് MP VK ശ്രീകണ്ഠൻ. പഞ്ചായത്ത് ഭരണത്തെ മദ്യക്കമ്പനിക്ക് വേണ്ടി അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും CPM അവിശ്വാസം കൊണ്ടുവരുന്നത് കുതിരക്കച്ചവടം നടത്താനാണെന്നും ശ്രീകണ്ഠൻ MP ആരോപിച്ചു. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇടതുമുന്നണിയിൽ വിശദമായ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ടോളിനോട് പൊതുവെ അനുകൂല സമീപനം ഇടതുപക്ഷത്തിൽ ഇല്ലെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി മുന്നണിയിൽ ഇക്കാര്യം ഇനി ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഇടതുമുന്നണി കൺവീനറുടെ വാദവും തള്ളി. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണൻ എറണാകുളം ഇടുക്കി ജില്ല ചെറുതും വലുതുമായ 50ഓളം രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ ഫണ്ടറാണെന്ന് പോലീസ് കണ്ടെത്തി. പല പരിപാടികളും സ്പോൺസർ ചെയ്തതിന് പുറമെ തെരഞ്ഞെടുപ്പ് ഫണ്ടായും പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മുൻനിര പാർട്ടികളെല്ലാം ബാധിക്കുന്ന കേസായാൽ പണം വാങ്ങിയവരുടെ പട്ടിക പോലീസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. കേരളത്തിലെ ആദിവാസി മേഖലയിലെ ആരോഗ്യ ഇടപെടലുകൾക്ക് പിന്തുണയുമായി ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്. ആദ്യമായി സംസ്ഥാന തലത്തിൽ വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിങ്ങിന് വേണ്ട സാങ്കേതിക സഹായം ലോകാരോഗ്യ സംഘടന നൽകുമെന്നും പ്രതിനിധികൾ അറിയിച്ചു. ICU പീഡന കേസിലെ അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയതായി മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ. ഗൗരവമുള്ള കേസായിട്ടും പരിചയസമ്പന്നമില്ലാത്ത ഡോക്ടറെ കൊണ്ട് വൈദ്യപരിശോധന നടത്തിയെന്നും സ്ത്രീകളുടെ വാർഡുകൾ പുരുഷ അറ്റൻഡർമാരെ നിയോഗിക്കുന്നത് ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉണ്ട്. ഡൽഹിയിൽ BJP അധികാരത്തിൽ വെച്ച കോൺഗ്രസ് ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വയം ഇല്ലാതാക്കാനും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് ചിന്തിച്ചതുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു ഐക്യമുന്നണി രൂപപ്പെടുത്തി വിശാലമായ ഒരു BJP വിരുദ്ധ മുന്നണിക്ക് രൂപം കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കാത്തതിന്റെ ഫലമായി വലിയ നഷ്ടമാണ് ഇന്ത്യ ബ്ലോക്കിന് മുഴുവൻ ഉണ്ടായതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ രേഖ. നവീൻ ബാബു ജോലി ചെയ്തിരുന്ന ഘട്ടത്തിൽ പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നത്. തൃശൂർ DCC പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പ്രഖ്യാപിച്ചു. നിയമനത്തിന് AIC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുമതി നൽകിയതായി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. PK ദിവാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പ്രതിഷേധിച്ച വടകരയിൽ വീണ്ടും CPM ഇവരുടെ പ്രകടനം. ചേർപ്പുളശ്ശേരി കാറൽമണ്ണ ഹെൽത്ത് സെന്ററിൽ സ്വകാര്യ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ലോഡ് കണക്കിന് പഴയ പ്ലാസ്റ്റിക് ചാക്കുകളും കുപ്പികളും കത്തി നശിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം നടന്നത്. മലപ്പുറം എളങ്കൂരിലെ വിഷ്ണുജ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് പ്രഫിനെ ജോലിയിൽ നിന്ന് ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. തിരുമുക്ക് MES എഞ്ചിനീയറിംഗ് വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിന് 3ാം നിലയിൽ നിന്ന് വീണ് പരിക്കേറ്റ വിധത്തിൽ ഒരാൾക്ക് മരിച്ചു. തൃശൂർ തോളാർ പാളാട്ടിൽ മനുവിന്റെയും സർബറയുടെയും മകൾ PM മനീഷയാണ് മരിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. മനീഷയ്ക്കൊപ്പം വീണ കണ്ണൂർ സ്വദേശി സോദി സത്യൻ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് നിന്ന് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങൾ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്ഥിരമുള്ള കാലാവസ്ഥയും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദില്ലിയിൽ അധികാരം തിരിച്ചുപിടിച്ച BJP നേടിയത് ആകെയുള്ള 70 സീറ്റിൽ 48 സീറ്റുകൾ. കഴിഞ്ഞ തവണ 62 സീറ്റുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി 22 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസിന് ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാനായില്ല. BJPയും സഖ്യകക്ഷികളും ചേർന്ന് 47.17% വോട്ടും ആം ആദ്മി പാർട്ടി 43.5% വോട്ടും നേടി. 6.36% കോൺഗ്രസിന്റെ വോട്ട് സ്വീകരണം. അതേസമയം ഇന്നത്തെ ഫലമനുസരിച്ച് ആം ആദ്മി കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നെങ്കിൽ 13 സീറ്റുകൾ കൂടി ഇന്ത്യൻ സഖ്യത്തിന് ജയിക്കാമായിരുന്നുവെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിച്ചിരുന്നെങ്കിൽ അന്തിമഫലം മറ്റൊന്നാകുമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. NAC അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായ പ്രൊഫസർമാരെ സസ്പെൻഡ് ചെയ്തു. അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിൽ പ്രതികരിച്ച് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് കനത്ത പരാജയമാണ് നൽകിയെന്നും ഇപ്പോൾ ജയിൽ പോകാനും സ്വന്തം കുറ്റകൃത്യങ്ങൾക്ക് പ്രതിഫലം നൽകാനും അവർ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. 9ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിന്റെ 5ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. നവി മുംബൈയിലെ
സീ വുഡ്സ് മേഖലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഭവം. ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ 7 മണിക്കാണ് സംഭവം നടന്നത്. കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന ട്രംപിന്റെ നയവും ഭീഷണിയും കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുമെന്ന് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയതിന് പിന്നാലെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നിടങ്ങളിലെ പോലീസിന്റെ മറ്റ് അധികൃതരുടെയും പരിശോധനകൾ വർദ്ധിച്ചാണ് ജോലി ഉപേക്ഷിക്കുന്നതിന് കാരണമാകുന്നത്. ലക്ഷക്കണക്കിന് അമേരിക്കരുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ എടുക്കാനുള്ള ഇലോൺ മസ്കിന്റെ ശ്രമം തടഞ്ഞു കോടതി. മസ്കിന്റെ കീഴിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിനാണ് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി വിവരങ്ങൾ അടങ്ങുന്ന ട്രഷറി വകുപ്പ് രേഖകൾ എടുക്കുന്ന US ജില്ലാ ജഡ്ജിയായ പോൾ M. എംഗൽമേയർ തടഞ്ഞത്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാം ദേശീയ ഗെയിംസിൽ ഇന്നലെയും കേരളത്തിന് സ്വർണം ലഭിച്ചു. വനിതകളുടെ തെയ്ക്കൊണ്ടയിൽ കേരളത്തിന്റെ മാർഗരറ്റ് മരിയ റിജിയാണ് സ്വർണം കരസ്ഥമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ 2ാം ഏകദിനം ഇന്ന്. ഒഡീഷയിലെ കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സര ജയം ഇന്ത്യക്കൊപ്പമുണ്ടായിരുന്നു. ആദ്യ ഏകദിനത്തിൽ കോഹ്ലിയുടെ അഭാവത്തിൽ അവസരം ലഭിച്ച ശ്രേയസ് അയ്യർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2ാം ഏകദിനത്തിൽ കോഹ്ലി തിരിച്ചെത്തിയാൽ ശ്രേയസ് വീണ്ടും പുറത്താകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കേരള ബജറ്റിലെ KFCയുടെ അംഗീകൃത മൂലധനം ഉയർത്തടക്കിയുള്ള പ്രഖ്യാപനങ്ങൾക്കും PSC വഴി 3275 പേർക്ക് നിയമനം നൽകിയതായും സ്ഥാപനത്തിന് വിറ്റുവരവ് 2020 1 ലക്ഷം കോടിയിലേക്കെന്ന സന്തോഷവും പരാമർശിക്കപ്പെട്ടു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 3ാം പാദത്തിൽ ലാഭത്തിൽ ഗണ്യമായ ഇടിവ്. ബനാറസ് എന്ന ചിത്രത്തിന് ശേഷം നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന 2ാം യാമ എന്ന ചിത്രത്തിലെ പുതിയ ഗാനം മായ്ക്കുന്നു ഞാനെന്ന് എന്ന തുടങ്ങുന്ന പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ പ്രേക്ഷകരിൽ എത്തി. നേമം പുഷ്പരാജിന്റെ വരികൾക്ക് മോഹൻ സിതാര സംഗീതവും നൽകി. വിട പറഞ്ഞ അനശ്വര കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ആദ്യമായി അഭിനയിച്ച ഹ്രസ്വ ചിത്രം ശ്രദ്ധ നേടുന്നു. സുമിത്ര ഹോം സിനിമ പ്രൊഡക്ഷന്റെ ബാനറിൽ ബാംഗ്ലൂരിൽ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനൽ കൂടി പുറത്തിറങ്ങിയ മോഹം എന്ന ചെറു സിനിമയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധേയമാകുന്നത്. റിലീസായ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ 3 ലക്ഷത്തിലധികം പ്രേക്ഷകർ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഹരികൃഷ്ണൻ തമ്പിയാണ് തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. രേണു സുധി അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തുന്ന ഹ്രസ്വത്തിൽ നിന്നും മിനി സ്ക്രീനിലേക്ക് ബിഗ് സ്ക്രീനിലേക്ക് രേണു കടക്കണമെന്നും എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ലോഞ്ച് ചെയ്ത മുതൽ വളരെ ജനപ്രിയമായ ഒരു കാറാണ് മാരുതി സുസുക്കി ഫ്രോങ്സ്. ഓരോ മാസവും മികച്ച വിൽപ്പനയാണ് വാഹനം നേടുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.